ഫലസ്തീനിന്റെ വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ അടുത്ത കാലത്ത് മീഡിയകളിൽ ശ്രദ്ധേയനായ അബൂ ഉബൈദ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. അബൂ ഉബൈദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പോരാളി, അദ്ദേഹത്തിന്റെ മകൻ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. എന്താണ് ആ കുറിപ്പിന്റെ ഇതിവൃത്തം എന്നറിയോ? വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്റെ വാപ്പയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ കാലങ്ങൾക്ക് ശേഷം എന്റെ വാപ്പയെ ഞാൻ ഒരിക്കൽ കണ്ടുമുട്ടി. ഫലസ്തീനിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അബൂ ഉബൈദയെ ഞാൻ കണ്ടുമുട്ടി എന്ന് പ്രിയപ്പെട്ട മകൻ എഴുതുകയാണ്. ഞാൻ എന്റെ വാപ്പയെ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ എന്റെ വാപ്പയോട് ചോദിച്ചു, ഉപ്പാ, നിങ്ങളുടെ ഖുർആൻ പാരായണം എങ്ങനെ നടക്കുന്നു? അദ്ദേഹത്തിന്റെ മകൻ എഴുതുകയാണ്. അപ്പോൾ അബൂ ഉബൈദ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, 2-3 രാത്രികൾ കൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തു തീർക്കുന്നുണ്ട് മകനെ. ഉടനെ ചോദിച്ചു, ഉപ്പാ, ഈ രാഷ്ട്രീയ പ്രതിസന്ധികളുടെ ഇടയിൽ, പോരാട്ടങ്ങളുടെ ഇടയിൽ, നിങ്ങളെ തേടി ലോകത്തെ ഏറ്റവും വലിയ ചാരസൈന്യം നടക്കുന്നതിന്റെ ഇടയിൽ, സകല കണ്ണുകളും നിങ്ങളെ അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഖുർആൻ ഓതാൻ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു അത്രേ, ആ ഖുർആനിന്റെ പാരായണമില്ലാതെ ഞാനില്ലല്ലോ, ഖുർആനിന്റെ പാരായണമില്ലാതെ നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാകുന്നില്ലല്ലോ, ഖുർആൻ ഓതാതെ നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുന്നില്ലല്ലോ എന്ന്. ഇത്രയേറെ പ്രതിസന്ധികളുടെ നടുവിൽ ആ മനുഷ്യൻ 2-3 ദിവസം കൂടുമ്പോ ഖുർആൻ ഖത്മോദി തീർക്കുകയായിരുന്നു അത്രേ. കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയൊരു മഹാന്റെ ജീവിതമല്ല ഞാൻ പറഞ്ഞത്. 2-3 ദിവസം മുമ്പ് ഇസ്രായേൽ കൊന്നുകളഞ്ഞ ഷഹീദായ അബൂ ഉബൈദയുടെ ചരിത്രമാണ്. ആലോചിച്ചു നോക്കൂ, ഒരു പ്രയാസമില്ല, നമ്മളെ ആരും ബോംബിടാൻ വരുന്നില്ല, നമ്മളെ തേടി ചാര കണ്ണുകളൊന്നും വരുന്നില്ല, നമുക്ക് ഏതെങ്കിലും പ്രയാസമില്ല, നമ്മെ കൊണ്ടൊക്കെ എന്ത് കഴിയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ആലോചിക്കാനാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിലും ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇത്തരം മനുഷ്യരുടെ കൂടെയല്ലേ നാളെ നമ്മൾ മഹ്ശറയിൽ ചെന്ന് നിൽക്കേണ്ടി വരിക. അള്ളാഹു നമുക്കൊക്കെയും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്ര പ്രശ്നങ്ങളുടെ ഇടയിൽ ആ മനുഷ്യൻ പറഞ്ഞു, 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ആലോചിക്കാനാണ്.